പകൽ എത്ര ഓട്ടിച്ചാലും കിട്ടാത്ത മീനുകളെ നമുക്ക് രാത്രി ഇതാ നിസ്സാരം പോലെ ഇങ്ങനെ വെട്ടിപ്പിടിക്കാൻ പറ്റും. മീനില്ലാതെ ചോറ് കഴിച്ചിട്ട് ഒരു ഗുമ്പില്ലെന്ന് അനന്തൂഷിപ്പിന്. എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങളൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കേണ്ട മീൻ ഞാൻ ഇപ്പം സെറ്റാക്കി തരാമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നേരെ അവന്മാരെ വിളിച്ചുകൊണ്ട് ചാനലിലോട്ട് പോയി. ഒരു ടോർച്ചും ഒരു വെട്ടോത്തി ഉണ്ടെങ്കിൽ നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള മീനുകൾ നിസ്സാരം പോലെ പിടിച്ചെടുക്കാൻ പറ്റും. ശരിക്കും ഈ രാത്രി മീൻ പിടിക്കാൻ പോകുമ്പോഴാണ് കേട്ടോ നമുക്ക് ഈ നെടുമീൻ ആരെല്ലാം കാണാൻ പറ്റുന്നത്. ഒരുമാതിരിപ്പെട്ട എല്ലാ മീനുകളും രാത്രി വലുതായിട്ട് ഓടയൊന്നുമില്ല, ഏതെങ്കിലും ഒരു മൂലയിൽ വന്ന് ഒതുങ്ങി നിൽക്കാറാണ് പതിവ്. പക്ഷേ ഒരുപാട് വെള്ളമുള്ള സ്ഥലങ്ങളിലൊന്നും നമുക്ക് ഇതുപോലെ വെട്ടിപ്പിടിക്കാനൊന്നും പറ്റുന്നില്ല. നമ്മുടെ കാൽമുട്ടിന് താഴെ വെള്ളമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് കേട്ടോ നമ്മൾ ഈ വെട്ടോത്തി ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച ഫിഷിംഗ് ആയതുകൊണ്ട് നമുക്ക് ടോർച്ചിന് ചാർജ് ചെയ്യേണ്ട സമയം കിട്ടിയില്ല കേട്ടോ. ഞാൻ വേറെ പെരിയ മീൻ മൂർച്ചല്ല അത് വെയിറ്റ് കൂടുതൽ. എന്താ പയ്യെ പോയി പയ്യെ ഒറ്റ കല്ലിൻ്റെ ഇടയിൽ എത്ര കാറ്റാന്ന് അറിയാമോ? ഇതാണ് അനന്തു. നമുക്ക് അത്യാവശ്യം 2-3 പേർക്ക് കഴിക്കേണ്ട മീനായപ്പോഴത്തേക്ക് നമ്മളിവിടെ നിർത്തുകയാണ് കേട്ടോ. ഇത്ര മീൻ പിടിക്കാൻ നമുക്ക് ഏതാണ്ട് അരമണിക്കൂർ സമയം പോലും എടുത്തിട്ടില്ല. അത്യാവശ്യം തരക്കേടില്ലാത്ത മീനുകൾ കിട്ടിയിട്ടുണ്ട്.